നമസ്കാരം. 2008 നവംബർ 26 ആ ഒരു ദിവസം നമ്മൾ ഓരോ ഇന്ത്യക്കാരും ഒരിക്കലും മറക്കില്ല. മുംബൈയിലെ ഒരു ഭീകരാക്രമണം. അന്നു മുതൽ എന്നേക്കൊരു 17 വർഷമായിട്ട് ഇന്ത്യ ഒരു കൊടും ഭീകരനെ തിരയുകയായിരുന്നു. 2019 മുതൽ ആരംഭിച്ച നയതന്ത്ര നീക്കങ്ങളിലൂടെ ഇന്ത്യ തിരയുന്ന തഹാവൂർ റാണ എന്ന കൊടും ഭീകരൻ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിയിരിക്കുകയാണ്. അന്നൊരു ദിവസം എന്ന് പറയുന്നത് ഒരു 60 മണിക്കൂർ നീണ്ടു നിന്ന ഒരു അറ്റാക്കായിരുന്നു. അതിൽ മലയാളിയായിട്ടുണ്ടായിരുന്ന മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അടക്കം വീരമൃത്യു വരിച്ചത് നമ്മൾ ഇന്നും ഒരു കണ്ണീരോർമ്മയായി തന്നെ തുടരുകയാണ്. ഏതായാലും ഒരുപാട് നാളത്തെ വളരെ ശക്തമായിട്ടുള്ള നയതന്ത്ര നീക്കങ്ങളിലൂടെ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ മോദി സർക്കാർ ഗവൺമെന്റിനെ ഈ പറയുന്ന ഭീകരനെ ഇവിടേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഏതായാലും തഹാവൂർ റാണ ഇവിടെ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇനിയും അന്നത്തെ ആ ഒരു ഭീകര ഓർമ്മയുടെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഏകദേശം 166 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവമായിരുന്നു. 10 പേരടങ്ങുന്ന സംഘം 10 ഇടങ്ങളിലായി പല രീതിയിൽ നടത്തിയ ആക്രമണം. അതിൽ മുംബൈയിലെ താജ് ഹോട്ടൽ തന്നെയാണ് ഏറ്റവും അതിൻ്റെ ഒരു പ്രതീകമായി, ആ ഒരു ദുഃഖസ്മരണയായി ഇന്നും നമ്മളേവരും ഓർക്കുന്നത്. അന്ന് ഈ ആക്രമണം നടത്തിയ ലഷ്കർ ഭീകരർ കടൽ വഴി എത്തുകയും അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ലോജിസ്റ്റിക് സഹായം ചെയ്തു കൊടുത്തതും ഇവിടെ പല കേന്ദ്രങ്ങളിൽ, എന്തിനേറെ പറയുന്നത് കൊച്ചിയിലടക്കം തഹാവൂർ റാണ എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ള നിർണായകമായ വിവരം കഴിഞ്ഞ ദിവസം NIA സംഘം പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൂത്രധാരനായിട്ടുള്ള ഡേവിഡ് കോൾമാൻ്റെ അടുത്ത സഹായിയായിരുന്നു ഈ തഹാവൂർ റാണ എന്നാണ് കരുതപ്പെടുന്നത്. തഹാവൂർ റാണയെ സംബന്ധിച്ച് പലതരത്തിലുള്ള വിവാദങ്ങളും ഇതിനു മുൻപ് ഉയർന്നു കേട്ടിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഒരു ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് ഷിക്കാഗോയിലെ ജയിലിലായിരുന്നു 10-11 വർഷക്കാലം. അമേരിക്കയുമായി നിരന്തരം നടത്തിയ ഒരു 10-12 വർഷക്കാലത്തോളം നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ ഒരു പരിണിത ഫലം തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നയതന്ത്രത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിജയമായി തന്നെ നോക്കി പറയേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും അതിൽ എടുത്തു പറയേണ്ട 2 പേരുകൾ. അതൊന്ന് നമ്മുടെ NSA സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ. രണ്ടാമതായി പറയേണ്ടത് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഇവരുടെയും കഠിന പരിശ്രമത്തിൻ്റെ ഒടുവിൽ തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്, ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റാണയെ കൈമാറ്റം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന്. അമേരിക്കൻ സുപ്രീം കോടതി വരെ റാണ പല ഹർജികളുമായി മുന്നോട്ട് പോയിരുന്നു. താൻ പാകിസ്ഥാനിയാണ്, തൻ്റെ ദേശീയത, മതം, വർണ്ണം ഇതൊക്കെ വെച്ച് താൻ ഒരുപക്ഷെ ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ടേക്കും എന്നൊക്കെയുള്ള പേടിയായിരുന്നു റാണ അവിടുത്തെ കോടതിയിൽ ഉയർത്തിയത്. പക്ഷെ അതൊന്നും തന്നെ അവിടെ വിലപ്പോയില്ല. അതൊന്നും അവർ മുഖവിലേക്ക് എടുത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി തന്നെ സുപ്രീം കോടതി ഉത്തരവിടുകയുണ്ടായിരുന്നു. ഏറ്റവും അധികം ആളുകൾ അന്ന് കൊല്ലപ്പെട്ടതിൽ 4ഓളം വരുന്നവർ അമേരിക്കൻ പൗരന്മാരായിരുന്നു. അതിലുപരി 100 കണക്കിന് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. ആകെ മൊത്തം എനിക്ക് തോന്നുന്നു ഒരു 30ഓളം വിദേശികൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്, പല രാജ്യങ്ങളിൽ നിന്നുള്ള. അപ്പോൾ ഇത്രയധികം ആളുകളെ കൊലപ്പെടുത്തുകയും ഇന്ത്യയെ പിടിച്ചു കുലുക്കുകയും ഇന്ത്യയെ കീഴ്പ്പെടുത്താമെന്നുള്ള വ്യാമോഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് അങ്ങനെ ഒരു നീക്കം നടന്നത്. ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായ ഇന്ത്യൻ നീക്കങ്ങളിലുണ്ടായ ചില പിഴവെന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല, ചെറിയൊരു അപാകത അത് തന്നെയാണ് ഒരു കണ്ണിമ വെട്ടുന്ന സമയത്തിനുള്ളിൽ സംഭവിച്ചു പോയൊരു വിഷയമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. എന്നാൽ അന്നു മുതൽ 2008 മുതൽ ഇന്ന് വരെ പിന്നീട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനായിട്ടുള്ള ഒരിടയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഏകദേശം 10 ഭീകരുണ്ടായിരുന്നു. അതിൽ 9 പേരെയും വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അജ്മൽ കസമിനെ മാത്രമാണ് ജീവനോടെ പിടികൂടിയത്. പിന്നീട് 2012 നവംബർ മാസത്തിൽ തന്നെ തൂക്കിലേറ്റുകയും ചെയ്തു. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു വിഷയം, വളരെ പ്രധാനപ്പെട്ട സംഭവം. അതിനുശേഷം പല ആക്രമണങ്ങളും ലഷ്കർ ഇ തൈബയുടെ പേരിലായിരുന്നാലും ജെയ്ഷെ മുഹമ്മദിൻ്റെ പേരിലായിരുന്നാലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടത്താനായി ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അന്ന് മുതലാണ് ഈ സ്ലീപ്പർ സെല്ലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന വ്യാപകമാക്കി തുടങ്ങിയത്. കാരണം ഇതുപോലുള്ള സ്ലീപ്പർ സെല്ലുകൾ രാജ്യത്തിൻ്റെ പല കോണുകളിലുണ്ടാകും. അവർ മുൻനിരയിൽ ഇറങ്ങി പ്രവർത്തിക്കില്ല. സമയമാകുമ്പോൾ മാത്രം ആക്ടിവേറ്റ് ആകുന്ന വ്യക്തികളായിരിക്കും. അതുവരെ സാധാരണ ജനങ്ങളെ പോലെ നമുക്കിടയിൽ തന്നെ താമസിക്കും. അതിനുള്ള ഉദാഹരണം തന്നെയാണ് കൊച്ചിയിലടക്കം എത്തി എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചുറ്റുപാടും ഇതുപോലെ നിരവധി ആളുകൾ ഉണ്ടാകാമെന്നുള്ള സംശയമടക്കമുണ്ട്. NIA സംഘം അതുകൊണ്ടാണ് ആരെയും അറിയിക്കാതെ പല സമയങ്ങളിലും പെരുമ്പാവൂരിൽ നിന്നും അതുപോലെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് പോകുന്നത്, ഒരേ സമയം റെയ്ഡ് നടത്തുന്നതും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പറയാവുന്നതാണ്. എന്നാലിപ്പോൾ തഹാവൂർ റാണ വന്ന സമയത്ത് ഞാൻ NIA വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കുകയുണ്ടായി. NIAയുടെ വെബ്സൈറ്റ് പരിശോധിച്ചപ്പോൾ പ്രത്യേകിച്ച് മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. അതിൽ അവർ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലായിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരൊക്കെ തന്നെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരോ ഒക്കെ തന്നെയാണ്. ദേശീയ സുരക്ഷാ ഏജൻസി കൊടുത്തിരിക്കുന്ന ലിസ്റ്റ്, ആ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന ചില വസ്തുതകളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ സ്ത്രീ പുരുഷ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പുരുഷൻ മാറ്റി നിർത്തുന്നു.
സ്ത്രീകളുടെ കാറ്റഗറി ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഞാനൊന്ന് ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് എല്ലാം കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളാണ്. അതിൽ മുഴുവനായിട്ട് ഞാൻ പറയുകയല്ല, ആകെ കണ്ടെത്തിയ ഒരാൾ തെലങ്കാനയിൽ നിന്നാണ്. മറ്റെല്ലാം കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ വിവരമാണ് കൊടുത്തിരിക്കുന്നത്. അവരൊക്കെ തന്നെ കാണാനില്ല, അവർ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിരിക്കുന്നു, ചിലർ സിറിയയിലേക്ക് പോയിരിക്കുന്നു, ചിലരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പക്ഷേ ഏതെങ്കിലും ലഷ്കർ നേതാവുമായി വിവാഹം ചെയ്തതിന് ശേഷം കാണാനില്ല. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അവരൊന്നും തന്നെ ഇപ്പോഴും എവിടെയാണെന്ന് പോലും അറിയത്തില്ല. നിമിഷ ഫാത്തിമയും അതുപോലെ സോണിയൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ള നിരവധി ആളുകൾ ഇപ്പോഴും NIAയുടെ വെബ്സൈറ്റിൽ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ മാറിയിരിക്കുകയാണ്. അതുപോലെ നിരവധി മലയാളികളുമുണ്ട് പുരുഷന്മാരുടെ കാറ്റഗറിയിൽ വരികയാണെങ്കിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കേരളം സേഫാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും സേഫായിട്ടുള്ള സ്ഥലത്ത് നിന്നും പലതരത്തിലുള്ള ആസൂത്രണങ്ങൾ നടക്കുന്നുണ്ട്. അതിനുദാഹരണം തന്നെയാണ് നേരത്തെ അവർക്കും ഇത് തന്നെയാണ് സേഫ്. അവർക്ക് വളരെ പ്രത്യേകിച്ചും ഇപ്പോൾ സിനിമയിലൊക്കെ തന്നെ തമാശ രൂപേണ പറയുന്നത് പോലെ ഈ രാഷ്ട്രീയ പിടലപ്പിണക്കവും തമ്മിലടിയും ഇതൊക്കെ തന്നെ അവർക്ക് വലിയൊരു മുതൽക്കൂട്ടാക്കി ഉപയോഗിക്കാനായി സാധിക്കും. ഈ നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരിക്കും അവർക്ക് കൂടുതൽ മുതലെടുക്കാനായി കഴിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇതുപോലെ റാണമാർ നമ്മുടെ രാജ്യത്ത് വീണ്ടും ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നുള്ള സൂചന നൽകുന്നുണ്ട്. അപ്പോൾ അതിനെ ചെറുക്കണമെങ്കിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നേ പറ്റൂ. ഇപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാ മുഖ്യധാര ദേശീയ മാധ്യമങ്ങളിലെയും പ്രധാന വാർത്ത ഇത് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ മാധ്യമങ്ങളാണ് കുറച്ചെങ്കിലും ഇതിൽ വലിയ ശ്രദ്ധ കൊടുക്കാതെ പോയതെന്ന് ഒരു പരാതി എനിക്കുണ്ട്. ഇതിൽ വളരെ രഹസ്യമായി നടത്തിയിരിക്കുന്ന നീക്കങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ അത് അത്രയും പ്രാധാന്യത്തോടുകൂടി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിയില്ല എന്നൊരു പരാതി കൂടി എനിക്കുണ്ട്. അതുപോലെ തന്നെ ഈ വാർത്ത പുറത്തു വന്നത് ആദ്യം നമ്മളെല്ലാം കരുതിയിരുന്നത് NIA സംഘം ഫെബ്രുവരി മുതൽ അമേരിക്കയിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയും റാണയെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കാതെ മറ്റൊരു തരത്തിലും വിശ്രമിക്കില്ല എന്നുള്ള കടുത്തൊരു വാശിയിലായിരുന്നു. അതിനിടയിലാണ് പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വന്നത്. ട്രംപ് തുറന്നു പറഞ്ഞത്, അതിനുശേഷം പരമോന്നത കോടതിയെ സമീപിക്കാൻ പോയി. അതിലൊക്കെ തന്നെ ശക്തമായ വാദം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയെ അവിടെ നിലകൊണ്ടു. ഏറ്റവും ഒടുവിൽ അനുഭവപൂർവ്വമായൊരു വിധി കിട്ടി. എന്ന് വിട്ടയക്കാമെന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴും നമുക്കറിയാം, ഇപ്പോഴും രാജ്യ തലസ്ഥാനം വളരെ ജാഗ്രതയിലാണ്, ഹൈ അലേർട്ടിലാണ്. കാരണം റാണയെപ്പോലെ ഒരാളെ ഇന്ത്യക്ക് ജീവനോടെ കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ലഷ്കറിനെ സംബന്ധിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചും അവിടെ നിലനിൽപ്പ് തന്നെ പരുങ്ങലാക്കുന്ന ഒരു വിഷയമാണ്. പാകിസ്ഥാൻ ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് പിന്നാലെ റാണയെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. റാണ അവരുടെ പൗരനല്ല, കനേഡിയൻ പൗരനാണ്, കനേഡിയൻ പൗരത്വമാണുള്ളത്, പാകിസ്ഥാനി പൗരത്വം ഒന്നും തന്നെ പുതുക്കിയിട്ടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു പൗരത്വത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങ് ഒഴിവാക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ചോദിക്കട്ടെ, റാണ ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടത്തിയത് കാനഡയ്ക്ക് വേണ്ടിയിട്ടാണോ, അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ നല്ലതിന് വേണ്ടിയിട്ടാണോ? ഈ റാണ നടത്തിയതും റാണയുടെ ഒപ്പം പ്രവർത്തിച്ച ലഷ്കർ എവിടെ നിന്നാണെന്നും ഡേവിഡ് കോൾമാൻ എന്ന ഗിലാനി ഇയാൾ എന്തിനു വേണ്ടി ആ പ്രവർത്തനം ചെയ്തെന്നോ ഇതൊക്കെ തന്നെ എല്ലാവർക്കും, കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോഴും ഈ കണ്ണിപ്പൊടിയിടുന്ന വ്യാജേനെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കി ഭയപ്പെടുകയാണ് ശരിക്കും ഇന്ത്യയെ. അതുകൊണ്ട് തന്നെ വ്യോമസേന വിമാനത്തിൽ എത്തിക്കുമെന്നായിരുന്നു ആദ്യം വാർത്തകൾ പുറത്തു വന്നത്. അതനുസരിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും വിമാനം വരിക, അങ്ങനെയുള്ള വാർത്തകളും മാധ്യമ റിപ്പോർട്ടുകളും ഒക്കെ തന്നെ പരന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു അത്യാഡംബര സൂപ്പർ മിഡ് സൈസ് ആയിട്ടുള്ള ലോങ് റേഞ്ച് ബിസിനസ് ജെറ്റ് ആയിട്ടുള്ള ഗൾഫ് സ്ട്രീം G550 എന്ന് പറഞ്ഞൊരു വിമാനത്തിൽ, ആഡംബര വിമാനമാണ്, കോടീശ്വരന്മാർ ഉപയോഗിക്കുന്ന വിമാനമാണ്, ആ വിമാനത്തിലാണ് ഇയാളെ കൊണ്ടുവന്നിരിക്കുന്നത്. ആരും തന്നെ സംശയിക്കത്തില്ല. കാര്യം ഇങ്ങനെയുള്ള ചാർട്ടേഡ് വിമാനങ്ങളിൽ പോകുന്നത് ബിസിനസ്സുകാരോ ഇതുപോലത്തുള്ള ശതകോടീശ്വരന്മാരോ ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഇതിനെ ആരും തന്നെ ലക്ഷ്യമിട്ടിരുന്നില്ല. ഇങ്ങനെ ഒരു വിമാനം വരുന്നതായിട്ടുള്ള സൂചനകൾ ആർക്കും കിട്ടിയിരുന്നില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രം, ഏകദേശം 19 പേർക്ക് മാത്രമാണ് ഇതിൽ യാത്ര ചെയ്യാനായി സാധിക്കുന്നത്. അങ്ങനെ ഒരു വിമാനത്തിലാണ് മിയാമിന്ന് ഏറ്റവും ഒടുവിൽ ന്യൂഡൽഹി വരെ എത്തിച്ചിരിക്കുന്നത്. എത്തിച്ച ഉടൻ തന്നെ NIAയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം 18 ദിവസത്തോളമുള്ള കസ്റ്റഡി ലഭിച്ചിട്ടുണ്ട്. ഇനി NIAക്ക് പുറകെ തന്നെ മുംബൈ ക്രൈംബ്രാഞ്ചും റാണയ്ക്ക് പുറകെയാണ്. ആദ്യം ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ ക്രൈംബ്രാഞ്ചും ഇപ്പം കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. കാരണം ഇനി എന്തായിരിക്കുമെന്നുള്ളത് പ്രവചിക്കാൻ പോലും സാധിക്കില്ല. കാര്യം റാണ പേടിച്ചതുപോലെ ഏതെങ്കിലും അജ്ഞാതർ തന്നെ കൊലപ്പെടുത്തുമോ എന്നുള്ളൊരു ഭയമുണ്ട്. ഇന്ത്യക്കകത്തേക്ക് അജ്ഞാതർ വരുമെന്നാണ് റാണ പറയുന്നത്. പക്ഷേ ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ റാണയെ പിടികൂടിയ സാഹചര്യത്തിൽ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് പോലും പാകിസ്ഥാനിൽ സയ്യിദ് മസൂദിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു ഒരജ്ഞാതൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒരു സംഭവം വാർത്ത നമ്മൾ കണ്ടായിരുന്നു. ഇതിനു മുൻപും പല പ്രധാനികളും, പ്രത്യേകിച്ചും ലഷ്കർ ഇ തൈബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും പ്രധാനികൾ, അതുപോലെ അവരുടെ നേതാക്കളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും ബന്ധുക്കളുമൊക്കെ പല സാഹചര്യങ്ങളിൽ അജ്ഞാതരുടെ വെടിയേറ്റും
വിഷം കഴിച്ചും സ്വയം ആത്മഹത്യ ചെയ്തും ഒക്കെ തന്നെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്കകത്ത് ഇതുവരെ അങ്ങനെ കൊല്ലപ്പെട്ട ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് അറിയാവുന്നത് പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ, ഇസ്ലാമാബാദിൽ മറ്റുമാണ് ഏറ്റവും അധികം വെടികൊണ്ട് ഇതുപോലെ മരണപ്പെടുന്നത്. പക്ഷേ ഇന്ത്യക്കകത്ത് എന്തായിരുന്നാലും റാണ സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിന് റാണയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗ്യാരണ്ടി. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഒരുപക്ഷേ ഈ അജ്ഞാതർ വേട്ടയാടും എന്നുള്ളൊരു കാര്യവും യാഥാർത്ഥ്യമാണ്. അതിൽ രണ്ട് വസ്തുത പറയുന്നുണ്ട്. പാകിസ്ഥാൻ ആരോപിക്കുന്ന പോലെ ഇന്ത്യൻ ഏജൻസ് ആണ് ഈ കൊലപ്പെടുത്തുന്നത് എന്ന് ആരോപിക്കുന്നു. കാനഡ അടക്കം പറയുന്ന വസ്തുത അതാണല്ലോ. വസ്തുതയല്ല, അവർ പറയുന്ന ആരോപണം. അവർക്ക് വസ്തുതയായിട്ട് കാണിക്കാനായിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ ഇതിൽ മറ്റൊരു സാഹചര്യം ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഭീകര സംഘടന ഒരു ഭീകരവാദിയെ റിക്രൂട്ട് ചെയ്യുന്നു, അവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ട്, രഹസ്യങ്ങളുണ്ട്. ഇയാൾ പിടിക്കപ്പെടുമെന്ന് തോന്നിക്കഴിയുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? ഈ ഭീകര ഏജൻസിക്ക് തന്നെ ഇവരെ കൊന്നൂടെ? ഇത്തരത്തിലൊരു വശമുള്ളത് ഒരിക്കലും ശ്രദ്ധേയമായിട്ട് അവർ നോക്കുന്നില്ല. പകരം ഇന്ത്യയെ പഴിചാരാനാണ് നോക്കുന്നത്. എന്തൊക്കെ തന്നെ ആയിരുന്നാലും ഇന്ത്യയുടെ ജോലി പകുതി കുറഞ്ഞു കിട്ടുകയാണ് ഈ അജ്ഞാതന്മാർ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ റാണയെ സംബന്ധിച്ചുള്ള നിർണായകമായ പല വിവരങ്ങളും ഇനി പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. 10-15 വർഷം മുമ്പുള്ളൊരു ചിത്രം മാത്രമായിരുന്നു നമുക്ക് പോലും മുന്നിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ റാണയെ കഴിഞ്ഞ ദിവസം എത്തിച്ചതിൻ്റെ ഒരു ബാക്ക് സ്റ്റിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ചോദ്യം ചെയ്യലിന് ശേഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.